SSC RRB പരീക്ഷകൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് ഇന്ത്യൻ സുപ്രീം കോടതി ഉൾപ്പെടുന്ന ഇന്ത്യൻ ജുഡീഷ്യറി. 1950 ജാനുവരി 28-നാണ് ഇന്ത്യൻ സുപ്രീം കോടതി നിലയിൽ വന്നത്. അന്ന് ഒരു ചീഫ് ജസ്റ്റിസും 7 ജഡ്ജിമാരും ഉൾപ്പെടെ 8 ആയിരുന്നു സുപ്രീം കോടതിയുടെ മാക്സിമം സ്ട്രെങ്ത്. ഇന്നത് ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജിമാരും ഉൾപ്പെടെ 34 പേരായി മാറിയിട്ടുണ്ട്. ഈ അടുത്ത് നവംബർ 11-നാണ് ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായിട്ട് ശ്രീ സഞ്ജീവ് ഖന്ന സ്ഥാനമേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ഏരിയയുടെ പ്രാധാന്യം വീണ്ടും കൂടിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇന്ത്യൻ സുപ്രീം കോടതിയെ പറ്റി, സുപ്രീം കോടതി ജഡ്ജിമാരെ പറ്റി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ പറ്റി വിശദമായിട്ട് പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 124-ാമത്തെ ആർട്ടിക്കിളിലാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷൻസിനെ പരാമർശിക്കുന്നത്. ഒന്ന്, അവർ ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തെ കാര്യം, കുറഞ്ഞത് 5 വർഷമെങ്കിലും തുടർച്ചയായി ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ ജഡ്ജായി ഇരുന്നിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും തുടർച്ചയായി ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ അഭിഭാഷകനായി ഇരിക്കണം. ഇതുകൂടാതെ ആർട്ടിക്കിൾ 124-ൽ പരാമർശിക്കുന്ന മറ്റൊരു ക്വാളിഫിക്കേഷൻ ഇതാണ്: ഒരു വ്യക്തി, ഒരു ഇന്ത്യൻ പൗരൻ, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ജൂറിസ്റ്റ് ആണെങ്കിൽ, അതായത് ഒരു വിശിഷ്ട നിയമജ്ഞനാണെങ്കിൽ, അദ്ദേഹത്തെ കൂടെ സുപ്രീം കോടതി ജഡ്ജി സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതേ ആർട്ടിക്കിൾ 124-ലാണ് ജഡ്ജിമാരുടെ പ്രായപരിധി പറയുന്നത്. ഒരു വ്യക്തി സുപ്രീം കോടതി ജഡ്ജി ആയാൽ അദ്ദേഹത്തിന് തൻ്റെ 65 വയസ്സ് വരെ ആ സ്ഥാനത്ത് തുടരാനാകും. സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകുന്നത് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിക്ക് അനുസരിച്ചാണ്. ഹൂവർ ഈസ് ദ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ബിക്കംസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതാണ് കൺവെൻഷൻ. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അളക്കപ്പെടുന്നത് സുപ്രീം കോടതിയിലെ ആ വ്യക്തിയുടെ സേവന ദൈർഘ്യത്തിന് അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ ആ സമയത്തെ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആരാണോ ആ വ്യക്തിയെ അടുത്ത ചീഫ് ജസ്റ്റിസായിട്ട് നിർദ്ദേശിച്ചിട്ടാണ് ആൾ റിട്ടയർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് 2022 നവംബർ മുതൽ ഈ അടുത്ത് വരെ ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് ആ സമയത്തെ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ ഇന്ത്യയുടെ അടുത്ത 51ാമത് ചീഫ് ജസ്റ്റിസായിട്ട് നാമനിർദ്ദേശം ചെയ്തിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. എന്നാൽ ഈ സീനിയോറിറ്റി എന്ന് പറയുന്ന അളവുകോൽ ഇന്ത്യൻ ഭരണഘടനയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിലോ പരാമർശിച്ചിട്ടില്ല. അത് വർഷങ്ങളായിട്ട് വളർന്നു വന്ന ഒരു കൺവെൻഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പല തവണ, കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ 3 തവണ ഈ സീനിയോറിറ്റി കൺവെൻഷൻ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കൺവെൻഷൻ ആദ്യമായിട്ട് ലംഘിക്കപ്പെടുന്നത് 1964-ലാണ്. 1964-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു PB ഗജേന്ദ്ര ഖഡ്കരിനെ ഇന്ത്യയുടെ 7ാമത്തെ ചീഫ് ജസ്റ്റിസായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ സീനിയർ മോസ്റ്റ് ജഡ്ജായിരുന്ന ജസ്റ്റിസ് ഇമാമിനെ മറികടന്നാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. ഈ കൺവെൻഷൻ പിന്നീട് വയലേറ്റ് ചെയ്യപ്പെടുന്നത് 1973-ലാണ്. 1973 മുതൽ 1977 വരെ ഇന്ത്യയുടെ 14ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് അജിത് നാഥ് റേ എന്ന AN റേ. അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി AN റേയെ അപ്പോയിന്റ് ചെയ്യുന്നത് അദ്ദേഹത്തെക്കാൾ സീനിയർ ആയിട്ടുള്ള 3 ജഡ്ജിമാരെ മറികടന്നാണ്. ഇതിന് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അഥവാ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ നിലവിൽ വരാൻ കാരണമായത് 1973-ലെ സുപ്രധാനമായ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസാണ്. ഈ കേസിന്റെ വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് പ്യുവർ പൊളിറ്റിക്കൽ റീസൺസിന്റെ പേരിൽ ഈ ഒരു അട്ടിമറി നടക്കുന്നതും സീനിയോറിറ്റി കൺവെൻഷൻ വയലേറ്റ് ചെയ്യപ്പെടുന്നതും. പിന്നീട് 1977-ൽ ജസ്റ്റിസ് MH ബേഗ് ഇന്ത്യയുടെ 15ാമത് ചീഫ് ജസ്റ്റിസ് ആയപ്പോഴും ഈ കൺവെൻഷൻ മറികടക്കപ്പെട്ടിട്ടുണ്ട്. ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് പ്രൈമസ് ഇന്റർ പാരസ്, അതായത് ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് മറ്റുള്ള സുപ്രീം കോടതി ജഡ്ജിമാർക്ക് സമനാണെങ്കിലും അദ്ദേഹമാണ് സുപ്രീം കോടതിയുടെ മേധാവി. ഏതൊക്കെ കേസുകൾ ഏതൊക്കെ ബെഞ്ചിന് കീഴിൽ വരണം, ആ ബെഞ്ചുകളിൽ എത്ര വ്യക്തികൾ വേണം, എത്ര ജഡ്ജിമാർ വേണം, അത് ആരൊക്കെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ആരാണോ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം തന്നെയായിരിക്കും ബാംഗ്ലൂരിലുള്ള നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യയുടെ ചാൻസലർ. അതേപോലെ തന്നെ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി അഥവാ നാൽസയുടെ പാട്രൺ ഇൻ ചീഫും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെയായിരിക്കും. അതായത് ഇന്ന് ഈ 2 സ്ഥാനങ്ങളും വഹിക്കുന്നത് നിലവിലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ശ്രീ സഞ്ജീവ് ഖന്നയാണ്. സുപ്രീം കോടതിയിലും ഇന്ത്യൻ ഹൈക്കോടതിയിലുമുള്ള ജഡ്ജിമാരുടെ നിയമനവും സ്ഥലം മാറ്റവും നിർണ്ണയിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് കൊളീജിയം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യൻ സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും കൊളീജിയം സിസ്റ്റം കാണുവാൻ സാധിക്കും. ഈ കൊളീജിയം സിസ്റ്റം ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല.
ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമപ്രകാരമല്ല കൊളീജിയം സിസ്റ്റം വന്നിട്ടുള്ളത്. വർഷങ്ങളായി പല പല കേസുകളിൽ വന്ന സുപ്രീം കോടതി വിധികളാണ് ഈ കൊളീജിയം സിസ്റ്റത്തിന് ആധാരം. 1981 SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അഥവാ ഫസ്റ്റ് ജഡ്ജസ് കേസിലാണ് കൊളീജിയം സിസ്റ്റം തുടങ്ങുന്നത്. കൊളീജിയം സിസ്റ്റത്തിനെ പറ്റി ആദ്യമായിട്ട് പരാമർശിക്കുന്നതും ഈ കേസിലാണ്. പിന്നീട് വന്ന 1993 സെക്കൻഡ് ജഡ്ജസ് കേസ്, 1998 തേർഡ് ജഡ്ജസ് കേസ്, ഏറ്റവും ഒടുവിൽ 2015 വന്ന ഫോർത്ത് ജഡ്ജസ് കേസ് എന്നിവയാണ് കൊളീജിയം സിസ്റ്റത്തിന് നാം ഇന്ന് കാണുന്ന രൂപം നൽകിയത്. ഇന്നത്തെ സുപ്രീം കോടതി കൊളീജിയത്തിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും സുപ്രീം കോടതിയിലെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരും ചേർന്ന് 5 പേരാണുള്ളത്. ഇവർ കൂടി ചേർന്നാണ് സുപ്രീം കോടതിയിലെ പുതിയ ജഡ്ജിമാരുടെ നിയമനം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേരുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഹൈക്കോടതിയിലേക്ക് വരാം. ഹൈക്കോടതി കൊളീജിയത്തിൽ 3 പേരാണുള്ളത്. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസും അതേ ഹൈക്കോടതിയിലെ 2 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരും. അതായത് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് അവിടുത്തെ കൊളീജിയം സംവിധാനമാണ്. കൊളീജിയം ഇവരുടെ പേരുകൾ തീരുമാനിച്ച് അത് നിർദ്ദേശിച്ചതിന് ശേഷം മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് അവിടെ ഒരു റോൾ വരുന്നത്. ഒരു ഉദാഹരണത്തിന് സുപ്രീം കോടതിയിൽ ഒരു പുതിയ വേക്കൻസി വരുന്നു എന്ന് കരുതുക. കൊളീജിയം സിസ്റ്റം ചേരുകയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മറ്റ് 4 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരുടെ ഒപ്പീനിയൻ എടുക്കുകയും ചെയ്യുന്നു. ഇവരുടെ റെക്കമെൻഡേഷനാണ് പിന്നീട് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിൽ എത്തുന്നത്. കേന്ദ്രത്തിന് ഇതിൽ ഒബ്ജക്ഷൻസ് അറിയിക്കാം, എന്നാൽ ഒരിക്കൽ പോലും കൊളീജിയം നിർദ്ദേശിക്കുന്ന പേരുകളെ പൂർണ്ണമായി തള്ളിക്കളയാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 50 വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ്സ്. അതായത് ഇന്ത്യൻ നീതിന്യായ മണ്ഡലത്തിൻ്റെ പ്രവർത്തനത്തിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കാതിരിക്കണം. അങ്ങനെ നടക്കാതിരുന്നാൽ മാത്രമേ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഈ രാഷ്ട്രീയക്കാരെ ഭയപ്പെടാതെ അവരുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഇതിന് ഒരു പരിധിവരെ കൊളീജിയം സിസ്റ്റം അവരെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ കൊളീജിയം സിസ്റ്റത്തിന് അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, അല്ലെങ്കിൽ നിയമനങ്ങളിലെ സുതാര്യതക്കുറവ്. ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ കൊളീജിയം ജഡ്ജായി അപ്പോയിൻറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ എടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അതീവ രഹസ്യമാണ്. ഇത് പബ്ലിക്കിന് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. ഈ ഒരു സുതാര്യതക്കുറവ് പലപ്പോഴും ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്തെ പല വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ എന്ന നിലയ്ക്കാണ് 2014 കേന്ദ്ര ഗവൺമെൻറ് 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അഥവാ 99ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ കൊണ്ടുവരുന്നത്. ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്ഥാപിക്കപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ്സ് കമ്മീഷൻ അഥവാ NJAC. എന്നാൽ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് കാരണമാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി 99ാമത്തെ ഭരണഘടനാ ഭേദഗതിയും NJACനെയും റദ്ദ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം 2024 നവംബർ 11 ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ശ്രീ സഞ്ജീവ് ഖന്ന സ്ഥാനമേറ്റു. അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ഇന്ത്യയുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവാണ്. എന്നാൽ സങ്കടകരമായൊരു വസ്തുത ഇതാണ്: ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഈ 51 ചീഫ് ജസ്റ്റിസുമാരിൽ ഒരിക്കൽ പോലും ഒരു വനിതാ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ സീനിയോറിറ്റി എന്ന കൺവെൻഷൻ മറികടക്കപ്പെട്ടില്ലെങ്കിൽ, ഒരിക്കൽ കൂടെ അത് ലംഘിക്കപ്പെട്ടില്ലെങ്കിൽ 2027 ഇന്ത്യയുടെ 54ാമത് ചീഫ് ജസ്റ്റിസായി, ഇന്ത്യയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി സ്ഥാനമേൽക്കാൻ പോകുന്നത് ജസ്റ്റിസ് BV നാഗരത്നെയായിരിക്കും.